തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെട്രോ. ആക്ഷനും റൊമാൻസും കൂടിക്കലരുന്ന ചിത്രം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കങ്കുവയിലൂടെ സൂര്യയ്ക്കുണ്ടായ ക്ഷീണം റെട്രോ മാറ്റുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ടീസർ റിലീസായതിനു പിന്നാലെ വലിയ പ്രതീക്ഷയാണ് സിനിമയ്ക്ക് മേലുള്ളത്. ഇപ്പോഴിതാ സിനിമയുടെ കേരള വിതരണാവകാശത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സിനിമയുടെ കേരള വിതരണത്തിനായി 5 കോടിയാണ് ആവശ്യപ്പെടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൂര്യയുടെ മുൻ സിനിമയായ കങ്കുവ പരാജയമായിരുന്നുവെങ്കിലും കേരളത്തിൽ റെട്രോയ്ക്ക് ആവശ്യക്കാരേറെയാണ്. മെയ് 1 ചിത്രം പുറത്തിറങ്ങുന്നത്. സൂര്യയുടെ 44ാം ചിത്രമായി ഒരുങ്ങുന്ന സിനിമയാണ് റെട്രോ. 1980കളിൽ നടക്കുന്ന കഥയാണ് റെട്രോ പറയുന്നത്. പൂജ ഹെഗ്ഡെയാണ് സിനിമയിൽ നായികയായെത്തുന്നത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ, രാമചന്ദ്രൻ ദുരൈരാജ്, സന്ദീപ് രാജ്, മുരുകവേൽ, രമ്യ സുരേഷ് തുടങ്ങിയവരും റെട്രോയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ലവ് ലാഫ്റ്റർ വാർ എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ. ചിത്രത്തിൽ 2 ലുക്കിലാകും സൂര്യ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യയുടെ 2D സിനിമാസും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. സന്തോഷ് നാരായണനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് റെട്രോയുടെ സ്ട്രീമിംഗ് അവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. 80 കോടി രൂപയ്ക്കാണ് ഇവർ ചിത്രം വാങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.